മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുതിയ യെരുശലേമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളായിരുന്നു കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്ത്. സ്വർഗീയമായിട്ടുള്ള നഗരം ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, ദൈവവും മനുഷ്യനും തമ്മിൽ പാർക്കുന്നു എന്നുള്ള ചിന്തകളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്തത്. അതിൻ്റെ നീളത്തെയും വീതിയും ഉയരത്തെക്കുറിച്ചുമൊക്കെ വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാനത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. 1400 മൈല് നീളവും 1400 മൈല് ഉയരവും 1400 മൈല് വീതിയും 1377 അടിയുള്ള വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ 5300 വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഹൈറ്റ് വരും എന്ന് പറഞ്ഞു. ഏകദേശം 122 കോടി ഏക്കർ സ്ഥലം ആയിട്ട് നമുക്കത് എടുക്കാം. ഈ രീതിയിലുള്ള ഒരു സിറ്റിയാണ് അതുള്ളത്. അതിലെ ഗോപുരങ്ങളുടെ കാര്യവും അതിനകത്ത് ഒരുപാട് ഈ ജുവൽസ് ഉപയോഗിച്ച് അത് പണിഞ്ഞിരിക്കുന്ന കാര്യം, ഗോൾഡ്, സൂര്യകാന്തം, അതുപോലെ നീലരത്നം, മാണിക്യം, മരതകം, നഖവർണി, ചുവപ്പ് കല്ല്, പീതരത്നം, ഗോമേതകം, പുഷ്യരാഗം, വൈഡൂര്യം, പത്മരാഗം, സുഗന്ധിരത്നം, ഇങ്ങനെയൊക്കെയുള്ള മുത്തുകളാൽ പണിഞ്ഞിരിക്കുന്ന ആണെന്നൊക്കെ നമ്മൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ചില കാര്യങ്ങളുടെ അതിനകത്ത് ചിന്തിക്കുന്നത്, സോളമൻ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് തട്ടുകളായിട്ട് അന്ന് പണിഞ്ഞതുപോലെ തന്നെയാണ് പണിഞ്ഞിരിക്കുന്നത്. സഹസ്രാബ്ദ ദേവാലയത്തെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞാണ്. എസ്കേൽ പ്രവചനം 40-6-7 വാക്യങ്ങൾ. അതിൽ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിങ്കൽ അതിൻ്റെ പതനങ്ങൾ കയറി ഗോപുരത്തിൻ്റെ ഉമ്മരപ്പടി അളർന്നു. അതിനകത്ത് സ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് എന്നുവെച്ചാൽ പല തട്ടുകളായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. ശലോമോൻ്റെ ടെമ്പിളും അതുപോലെ തന്നെയായിരുന്നു പണിഞ്ഞിരുന്നത്. ഇതും അതുപോലെ തട്ടുകളായിട്ട് ആണ് കാണുന്നു. സ്വർഗത്തിൽ ഒരുപാട് തട്ടുകളുണ്ട് എന്ന് ആമോസ് പ്രവാചകനും പറയുന്നു. ആമോസ് 9:6 അവൻ ആകാശത്തിൽ തൻ്റെ മാളിക മുറികളെ പണിയുകയും ഭൂമിയിൽ തന്നെ കമാനത്തിൻ്റെ അടിസ്ഥാനം ഇടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂമിയിൽ പകരുകയും ചെയ്യുന്നു. യഹോവ എന്നാവുന്നു അവൻ്റെ നാമം. മാളിക മുറികളെ പണിയുന്നത് തട്ടുകളായിട്ട് പണിയുന്ന രീതിയിൽ ചേംബേഴ്സ് ഇൻ ഹെവൻ. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള ചിത്രീകരണം എല്ലാം അതിലെഴുതിയിട്ടുണ്ട്. അത് 25 വാക്യത്തിൽ അവിടെ രാത്രിയില്ല എന്ന് പറയുന്നുണ്ട്. ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല എന്ന് പറഞ്ഞു. ജാതികൾ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോഴൊരു കാര്യം നമുക്ക് ചിന്തിക്കുക, ഇവിടെ വീണ്ടെടുക്കപ്പെട്ട ജാതികളുണ്ട്, ഇസ്രായേലുണ്ട്. കാന്ത കർത്താവിനോടുകൂടി അതിൻ്റെ ഉള്ളിൽ വസിക്കും. ബാക്കിയുള്ള വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേലും ജാതികളും അതിന് ചുറ്റും വസിക്കും. ഏതിനു ചുറ്റും? യെരുശലേമിൽ ഈ കാണുന്ന സിറ്റിയുടെ ചുറ്റും വസിക്കും. അവർ വർദ്ധിക്കും, അതിൻ്റെ പുറത്ത് അവർ വർദ്ധിക്കും. അതിന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഗേറ്റുകളുണ്ട്, ഇതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓരോ ദൂതന്മാരുണ്ട്, ഓരോ ഇസ്രായേലിൻ്റെ പേരുകൾ അതിനകത്ത്, ഇസ്രായേലിൻ്റെ ഓരോ ഗോത്രങ്ങളുടെയും പേരെഴുതിയിട്ടുണ്ട്. പുത്തൻ യെരുശലേമിന് ചുറ്റും യഹൂദന്മാരെ കുടിപാർക്കും. ഗോത്രങ്ങളനുസരിച്ച് അതിന് അപ്പുറത്ത് വീണ്ടെടുക്കപ്പെട്ട ജാതികൾ, രാഷ്ട്രങ്ങൾ, രാജാക്കന്മാരുണ്ടാവും. അവിടെ രാജാക്കന്മാർ ഭരിക്കും. 24 ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ അതിലെ മഹത്വം കൊണ്ടുവരും. ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ഭരണമാണ് രാജകീയ ഭരണം. ഏറ്റവും ഹീനമായിട്ടുള്ളതാണ് ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത്. നമ്മളിത് പറയുമ്പോൾ ഞാൻ അത് മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. ബൈബിൾ പറയുന്നത് ജനാധിപത്യ ഭരണം തീരെ മോശമായിട്ടുള്ള ഭരണമാണ്. കാരണം ആ ഭരണത്തെക്കുറിച്ച് നമ്മൾ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ എഴുതുമ്പോൾ ആദ്യം തങ്കം കൊണ്ടുള്ള തല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം വരുന്ന കളിമണ്ണ് കൊണ്ടുള്ള ഭരണമാണ്. എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ സുരക്ഷിതരാണ്. എന്നാൽ താഴോട്ട് വരുമ്പോഴേ തങ്കം കഴിഞ്ഞ് ബ്രാസ് കഴിഞ്ഞ് അയൺ കഴിഞ്ഞ് പിന്നെ അയണും കളിമണ്ണും പിന്നെ കളിമണ്ണാവുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കിയാൽ തന്നെ അറിയാം അതിങ്ങനെ കുറഞ്ഞ് വരികയാണ്. അത് കാണിക്കുന്നത് അതിൻ്റെ ബലമില്ലായ്മയാണ്. എന്ന് പറഞ്ഞാൽ ആര് ഭരിച്ചാലും ആർക്കാണ് അതിൻ്റെ പ്രയോജനം വരേണ്ടത്? പ്രജകൾക്കാണ്, രാജാവിനല്ല പ്രയോജനം. രാജാവ് ഭരിക്കുന്നെങ്കിൽ നല്ല രാജാവെന്ന് പറഞ്ഞാൽ പ്രജകളെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. ഇപ്പം തന്നെ രാജാവ് ഭരിക്കുന്ന അറബ് കൺട്രീസുകളിൽ പലതും അവിടെയുള്ള സെക്യൂരിറ്റി പോലെ പോലും നമ്മുടെ ഇന്ത്യയിൽ ഇല്ലല്ലോ, പലപ്പോഴും ഇല്ലല്ലോ. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ നമുക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ടെന്ന് നമ്മൾ പറയും.
ഈ ഫ്രീഡം ഒരുപാട് പേര് ഈ ഫ്രീഡം ഇപ്പോൾ ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് എല്ലാത്തിനും എല്ലാ രീതിയിലും അധർമ്മം ആ രീതിയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബിബ്ലിക്കൽ പ്രകാരം ബൈബിൾ പറയുന്ന പ്രകാരം എപ്പോഴും രാജകീയ ഭരണമാണ് ബൈബിളിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭരണമായിട്ട് കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ ആ സമയത്ത് രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങൾ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അവർ കാഴ്ച കൊണ്ടുവരും. അതുപോലെ യഹൂദന്മാരും ജാതികളും ഒക്കെ പെറ്റുപെരുകും. എന്നാൽ പുത്തൻ യെരുശലേമിൽ വസിക്കുന്നവർ അവർ ഗ്ലോറിഫൈഡ് ബോഡീസ് ആയിരിക്കും, മഹത്വീകരിക്കപ്പെട്ട ശരീരമായിരിക്കും. അതുകൊണ്ട് അവർ വർധനവിന് അവിടെ ഉണ്ടാകുകയില്ല. ഇതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ നിർമ്മലീകരിക്കണം. അത് നേരത്തെ നമ്മൾ പറഞ്ഞാണ്, നാം എത്ര വിശുദ്ധരും ഭക്തിയുമായുള്ള ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ആരെയും തന്നെ അവിടെ കേട്ടത്തില്ല. അതുമാത്രമല്ല, ഇത് കർത്താവിൻ്റെ നാമം നേരത്തെ പറഞ്ഞു, നമ്മൾ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കർത്താവിൻ്റെ നാമം അവൻ്റെ നെറ്റിയിലിരിക്കും, യെരുശലേമിൻ്റെ നാമം നമ്മുടെ ദേഹത്തുണ്ടാവും. ഇതെല്ലാം നമ്മളെ ബ്രാൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കവിടെ പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ. പുത്തൻ യെരുശലേമിൻ്റെ ഉള്ളിലുള്ള ജീവിതത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 22-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്. യോഹന്നാനെ അത് കാണിച്ചു കൊടുക്കുന്നു. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുത്തതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവനെ കാണിച്ചു. നദിക്ക് അക്കരയ്ക്കും ഇക്കരയ്ക്കും ജീവവൃക്ഷമുണ്ട്. അത് 12 വീതം ഫലം കായ്ച്ച് മാസം തോറും അത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഇനി ശാപം ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവിടെ നെറ്റിയിലിരിക്കും. ഇവിടെ കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തെയും നിന്ന് പുറപ്പെടുന്ന പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ശരിക്കും ഇവിടെ യോഹന്നാൻ അത് കണ്ടു കാണത്തില്ല, അതുകൊണ്ടാണ് കാണിച്ചത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആശ്ചര്യമായൊരു നദിയുടെ ഒഴുക്കായിട്ടാണ് ഇത് വേദപണ്ഡിതന്മാർ പറയുന്നത്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അധികം ഇവിടെ നിന്ന് റെലവൻ്റായിട്ട് പറയുന്നില്ലെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഈ പീഡന കാലഘട്ടം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയിലും അതിനുശേഷവും പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും. ദൈവത്തിൻ്റെയും സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ നിന്ന് പുറപ്പെടുന്ന ജീവജല നദി അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1000 ആണ്ട് വാഴ്ചക്കാലത്തെ യോവേൽ പ്രവചനം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ചക്കാലത്തും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് 28 പറഞ്ഞിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചക്കകത്തും ഉള്ള റെപ്പറ്റീഷൻ കൂടിയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ ഈ ഒരു ജീവജല നദിയുടെ അരികിൽ ജീവവൃക്ഷം കണ്ടതായിട്ട് പറയുന്ന ഭാഗം അവിടെയുണ്ട്. അതിനെക്കുറിച്ച് യെഹെസ്കേൽ പ്രവചനം പറയുന്നത് ശ്രദ്ധിക്കുക. യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദി തീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. 12-ാം വാക്യത്തിൽ, നദിക്ക് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയില്ല. അതിൽ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. ഈ വൃക്ഷം പുതിയ ഭൂമിയിലെ പുതിയ ഫലങ്ങൾ കൊടുക്കുന്നു. ഇല രോഗശാന്തിക്ക് കാരണമായിത്തീരുന്നു. നമുക്കറിയാം, ഈ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോഴത്തേക്ക് അവിടെ ആർക്കും തന്നെ ഒരു രോഗവും ഇല്ല എന്നുള്ളത്. ഒരു നിവാസിക്ക് ആരും രോഗമുണ്ടെന്ന് പറയത്തില്ല. നമുക്ക് നേരത്തെ പറഞ്ഞാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അവിടെ ഇല്ലാതെയായി എന്ന്. എന്നാൽ ഇവിടെ ഈ ഉപയോഗിക്കുന്ന ഈ വാക്ക് എന്ന് പറഞ്ഞ രോഗശാന്തി എന്ന് പറയുന്ന വാക്കിൻ്റെ തെറാപ്പിയ എന്നുള്ള ഒരു വേർഡാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല ജാതികളുടെ ആരോഗ്യത്തിന് ഉതകുന്നു എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ വരുന്നത്. അല്ലാതെ അത് കഴിച്ചിട്ട് രോഗം മാറി എന്നുള്ളതല്ല, ആരോഗ്യത്തിനായിട്ട് അത് ഉതകുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പഠിച്ചാൽ, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൽ നിന്ന് തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൽ നിന്ന് തിന്മാൻ കൊടുക്കും.
എന്താണ് നമ്മളിവിടെ കാണുന്നത്? ഈ ഫലങ്ങൾ കഴിക്കുന്നതനുസരിച്ച് അവർക്ക് കർത്താവുമായിട്ട് ദൈവവുമായിട്ടൊരു ഗ്രോയിങ് റിലേഷൻഷിപ്പ് വരികയാണ്. ആരോഗ്യപരമായ ഒരു റിലേഷൻഷിപ്പ് ദൈവവുമായിട്ട് വരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഇത് നമ്മൾക്ക് വരേണ്ടത്. പുത്തൻ യെരൂശലേമിന് ഉള്ളിലുള്ള ജീവിതം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം മുഴുവനായിട്ട് അതിൽ കാണുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ, നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വായിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. അതിനകത്ത് 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നൊരു ഭാഗമുണ്ട്: അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും വിശദീകരിക്കട്ടെ. എന്താണ് ചോദിച്ചത്? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം സത്യമാണെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാനായിട്ട്, അത് വിശുദ്ധിയോടുകൂടി ഇത് സൂക്ഷിക്കാനായിട്ട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. കാരണം പുത്തൻ യെരൂശലേം എന്ന് പറയുന്നത് അത് വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അശുദ്ധരാരും അവിടെ പ്രവേശിക്കുകയില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം അവിടെ വസിക്കുന്നതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പുതിയ ഭൂമിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വരികയാണ്. അതുമായിട്ട് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഭരണമാണ്. അതായത് ഈ പ്രവർത്തനം 7 രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കാം. അത് ഈ അവിടുത്തെ ഭരണം എങ്ങനെയാണെന്നുള്ളത് 7 പോയിന്റുകളായിട്ട് നമുക്ക് ചിന്തിക്കാം. അതെന്ന് വെച്ചാൽ ആദ്യം ആഡമിക് എർത്തിൽ ആരംഭിച്ച ദൈവത്തിൻ്റെ മനുഷ്യനുമായിട്ടുള്ള സംസർഗമായിട്ടുള്ള ശുശ്രൂഷ അത് പൂർണ്ണമായിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നൊരു കാര്യം. അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് അനുഗ്രഹപ്രദമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്നത്തെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പുത്തൻ യെരൂശലേമിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരായിരിക്കാനായിട്ട് ഞങ്ങളെ നീ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതൊക്കെ വലിയ മിസ്റ്ററി ആയിട്ട്, മർമ്മമായിട്ട് കർത്താവേ ഞങ്ങൾക്ക് തുറന്ന് എഴുതി തന്നിരിക്കുകയാണ്. നീയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള വലിയ ബന്ധം, ആ ബന്ധത്തിൽ ഉറപ്പിക്കുന്ന, ആ കൂട്ടായ്മയിൽ നിലനിൽക്കുന്ന കാര്യം ഇത് ഏറ്റവും ശ്രേഷ്ഠകരമാകുന്നുവെന്ന് ചിന്തിപ്പാനായിട്ട് കർത്താവെ ഈ ദിവസങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ അവരെ ഈ സ്ഥാനത്തിൽ കടന്നു വരുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് അവർക്ക് വേണ്ടി ഞാൻ പക്ഷപാതം ചെയ്യുന്നു. ദൈവമേ, പ്രാർത്ഥിക്കുന്നു കർത്താവെ, രോഗികളായിരിക്കുന്നവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ, റിലേഷൻഷിപ്പ് ഇഷ്യൂസുമായിട്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ കർത്താവെ അത് നീ തിരികെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡൈവേഴ്സ് വരെ ആയിരിക്കുന്ന ചിന്തകൾ കർത്താവെ അതെല്ലാം പൈശാചികമാണല്ലോ. ഈ ദിവസങ്ങളിൽ അതെല്ലാം മാറി രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചിലരൊക്കെ കർത്താവെ മാറി താമസിക്കുന്നല്ലോ കർത്താവെ, അവരൊക്കെ വീണ്ടും വരത്തക്ക രീതിയിൽ കർത്താവെ നീ സൗകര്യം കൊടുക്കണമേ, ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി അന്വേഷിക്കുന്ന ചിലരെ ദൈവം കാണിച്ചു തരുന്നു. നേരത്തെ ജോലി ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പുതിയ കോൾ ലെറ്ററുകളെ, പുതിയ ജോലിയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും എന്ന് ദൈവിക നാമത്തിൽ ഞാനിവിടെ ഉറച്ച് പറയുകയാണ്. ദൈവം പ്രാർത്ഥനകളെ കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യുന്ന ദൈവമാണ്. ദൈവമേ, പ്രത്യേകിച്ചും ഈ താല്പര്യത്തോടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കാണുവാനായിട്ട് കർത്താവെ നീ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കാലുകൾക്ക് മുറിവ് വന്ന് അത് വ്രണമുണങ്ങാതെ ഇരിക്കുന്ന ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം വലിയൊരു വിടുതൽ അവർക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിലെ മുറിവുകളെല്ലാം കരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതു തരമുള്ള മുറിവായാലും യേശുവിൻ്റെ നാമത്തിൽ അത് കരിഞ്ഞ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ കൊടുക്കുന്ന വിടുതലിനായിട്ട് സ്തോത്രം, അനുഗ്രഹിക്കുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഇനിയും ഈ പുതിയ യെരൂശലേമിൻ്റെ 1 എപ്പിസോഡോ 2 എപ്പിസോഡോ ഒക്കെ കാണുള്ളൂ. നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ചിത്രീകരണം ഇതിലായിട്ടുണ്ട്. ഏകദേശം 90-100 എപ്പിസോഡിനടുത്ത് നമ്മൾ പല സമയങ്ങളിലായിട്ട് ഇത് പറഞ്ഞു. നിങ്ങൾ ഇത് വാച്ച് ചെയ്യുന്നവർ ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് എപ്പിസോഡുകൾ പോയി കാണണം. ഇത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇതൊരു പഠനമാണ്. ഇതൊരു പ്രഭാഷണത്തെക്കാളും കൂടുതലായിട്ടൊരു പഠനമാണ്. നിങ്ങൾ പഠിക്കുമ്പോഴേ ദയവായിട്ട് ബൈബിള് എടുത്തു വെച്ച് നിങ്ങൾ പഠിക്കുന്നില്ല, ആ ബൈബിളിൽ ആ റെഫറൻസൂടെ ചേർത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയൊരു പഠനമായി തീരും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.